ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ചെറിയ മിനി വ്ളോഗായിട്ടാണ്. നമ്മുടെ ഈദൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഇന്ന്. ഈദൻ ഇൽഹാം എന്നുള്ളതാണ് ഫുൾ നെയിം, പക്ഷേ നമ്മൾ ഇലൂസ് എന്നാട്ടോ വിളിക്കാറ്. ഇലൂസിൻ്റെ പാരൻസ് ആയിട്ടുള്ള റാഷിയുടെയും ഷെയ്മാടെയും കൂടെ ബർത്ത്ഡേ നടക്കുന്ന പാർട്ടി ഹാളിലേക്ക് എൻറ്റർ ചെയ്ത് വരികയാണ്. ആൾക്ക് ഈ ക്ലാപ്പ് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് എല്ലാതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആളെ ഒന്ന് ചീറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ക്ലാപ്പിംഗ് ആയിരുന്നു. അങ്ങനെ പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ മാൾട്ടയിലെ എംസിത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ ഹാർവസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടി ഹാളിലായിരുന്നു. നമ്മൾ ഇന്നിവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇലൂസിൻ്റെ മാത്രമല്ല കേട്ടോ, ഇലൂസിൻ്റെ മമ്മായിട്ടുള്ള ഷെയ്മയുടെ ബർത്ത്ഡേ കൂടിയാണ് നമ്മളിന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇലൂസ് ഒന്ന് ചീറപ്പതിന് ശേഷം ഞങ്ങൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്കാണ് കടന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇലൂസിന് കേക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും അങ്ങനെ ഇൻഡിവിജ്വലി ഇലൂസിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കായി. പിന്നീട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മാൾട്ടയിലെ ഫ്രണ്ട്സാണ്. ഇലൂസിനെ കാണുമ്പോഴേ അറിയാം ആൾക്ക് പാർട്ടി നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത്. അത്രയും എൻജോയ് ചെയ്യണ്ടായിരുന്നു ഇലൂസ് അവിടെ. നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇലൂസിനേതായിട്ടുള്ള ലോകത്ത് അവിടെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. ഇവർ എബ്രോഡ് ആയതുകൊണ്ട് തന്നെ റാഷിയുടെ ഷെയ്മാടി പാരൻസ്, കസിൻസ് ഇവർക്കൊന്നും ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവർക്ക് ആർക്കും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇലൂസിനും ഷെയ്മയ്ക്കുള്ള ബർത്ത്ഡേ വിഷസ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇവർ ആദ്യമേ അയച്ചിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അവരുടെ പാരൻസ്, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും എത്രത്തോളം ഇലൂസിനെ അവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇലൂസിനെയും ഷെയ്മാടെയും റാഷിനെയും കുറിച്ചുള്ള മെമ്മറീസ് ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഷെയർ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ, ഗീ റൈസ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മളും ഇലൂസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് മാൾട്ടയിൽ വന്നിട്ട് കിട്ടിയ ഫ്രണ്ട്സാണ്. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫാമിലി വൈബാണ്, ലൈക്ക് എ കസിൻസ് ഗെറ്റ് ടുഗദർ. മ്യൂസിക്കൊക്കെ ഇട്ട് പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കലായി, പാട്ടുപാടലായി. അങ്ങനെ എല്ലാവരും പ്രോഗ്രാം അറ്റ് മോസ്റ്റായിട്ട് അത് എൻജോയ് ചെയ്യായിരുന്നു അവിടെ. ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒത്തിരി നാളിന് ശേഷമായിരിക്കും ഇത്രയും എൻജോയ് ചെയ്തൊരു ഫംഗ്ഷൻ ഞങ്ങൾ അറ്റൻഡ് ചെയ്തത് തന്നെ. അങ്ങനെ പരിപാടി വൈൻഡപ്പായി. എല്ലാവരും റാഷിക്കും ഷെയ്മയ്ക്കുമുള്ള താങ്ക്സ് പറയലായി. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തതിനും അതിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിലും ഇത്ര കളർഫുള്ളാക്കിയതിനും.